നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആശുപത്രി പോയി വരുന്നതിന് വേണ്ടേ അതിന്റേതായ ചെലവുകളൊക്കെ? ഇനി ആശുപത്രി പോയതിന് സുചിത്ര പണം മുടക്കിയെന്നും പറഞ്ഞ് ഇനി അതിന്റെ പേരിലും വേണോ ഒച്ചയും ബഹളവും അവകാശ തർക്കങ്ങളും ഒക്കെ? അമ്മേ എന്തിങ്ങനെ? സുചിത്രയുടെ കൂടി വേണ്ട. ഭർത്താവില്ലാത്ത നീയെ അച്ഛനെയോ അമ്മയോ കൂടെ കൂട്ടിയാ മതി. ചായ വേണ്ടേടി? ചോദിച്ചു കേട്ടില്ലേ? നിന്റെ വായിലെന്താ പഴം മുഴുകി വെച്ചിരിക്കണോ? കേട്ടു, പക്ഷെ മറുപടി പറയാൻ എനിക്ക് മനസ്സില്ല. എടി നിന്ന് ഞാൻ തൊട്ടുപോരു തന്നെ. എന്നെ ഇടിച്ചു പിഴിഞ്ഞ ചായ കിട്ടുമെങ്കിൽ പിഴിഞ്ഞോ. ചായക്ക് വേണ്ട കാര്യങ്ങള് മുൻകൂട്ടി കൊടുത്തിട്ടാ മനോജിന് ചായ കിട്ടിയത്. ചേരിതിരിവുണ്ടാക്കുന്നവർക്ക് ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ പണം മുടക്കണം. അടുക്കളക്കാരിയുടെ മോൾക്ക് അടുക്കള സാധനങ്ങൾ പടച്ചുണ്ടാക്കാനുള്ള ജാലവിധിയൊന്നും അറിയില്ല. ചായ വേണമെങ്കിൽ പണം കൊടുത്ത് കടയിൽ പോയി കുടിക്കും. മോളെ, TV കണ്ടോണ്ടിരുന്നപ്പോ ടിവിയും ഫാനും ഒക്കെ ഓഫ് ചെയ്ത് ഇവൻ ഞങ്ങളെ നാണം കെടുത്തി. അതിന്റെ ഫലമാടാ നിനക്ക് ഇപ്പൊ കിട്ടിയത്. നീ ഇപ്പൊ നാണം കെട്ടില്ലേ? നീ ഇനി മിണ്ടിയാൽ കൊന്നുകളയും ഞാൻ. നീ സമാധാനപ്പെടും മോളെ. ഭാര്യമാരായ ഇങ്ങനെ തുറന്നു പറയേണ്ടടുത്ത് തുറന്നു തന്നെ പറയണം. പ്രകാശനെ നോവിക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടാണോ? എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. പ്രകാശേട്ടന് കൊടുക്കാനെങ്കിലും കുറച്ച് ചായ തരണമെന്ന് ഞാൻ അമ്മയോട് കേൺ അപേക്ഷിച്ചതാ. തന്നില്ല. ഒരു ഭാര്യയുടെ ധർമ്മം പാലിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവില്ലേ? ചന്ദ്രിക ഭാര്യയാണടി. മാധവനും ചായപ്രിയനാ. ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും അവള് മാധവന് കൊടുത്തിട്ടില്ല. ഭാര്യയുടെ ധർമ്മം പാലിക്കാത്തതിന്റെ ദുഃഖം നീ കരഞ്ഞു തീർക്കുന്നു. ഗൃഹനാഥയായി അവൾക്ക് കരയാൻ പോലും പറ്റില്ല. എല്ലാ കണ്ണുനീരും അവൾ ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കുക. എന്റെ മരുമോളുടെ ധർമ്മസങ്കടം ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഞാൻ പെറ്റ മകനോ ആവതില്ല. സ്നേഹവും തിരിച്ചറിവും വാരി കോരി തന്നിട്ട് നിന്റെ നാക്കും ചെവിയും ദൈവം അങ്ങ് എടുത്തല്ല എന്റെ മോനെ. മോളെ, മോള് ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചോ? വീട്ടിലെ അടിയും വരക്കൊക്കെ തീരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചോ?
മിടുക്കി. മോളുടെ കാല് ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. വന്ദനമ്മേ, നമ്മൾ ആ ഡോക്ടറിനെ കാണാൻ പോകുന്നില്ലേ? ഡോക്ടർ കാർത്തിക മാധവനെ. ഏതാ ഈ ഡോക്ടർ കാർത്തിക മാധവ്? ആ ഡോക്ടറെ നോക്കിയാ എന്റെ കാലിന്റെ അസുഖം മൊത്തം മാറുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം മോളെ. അങ്ങനെയെങ്കിൽ ഈ നരകത്തിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാലോ. ഇവിടെ ഇരുന്ന മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. വന്ദനെ, ദിയമോള് പറഞ്ഞ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? രാവിലെ ആകുമ്പോ തിരക്കും കുറവായിരിക്കും. അമ്മേ, നമുക്ക് പോവാം അമ്മേ. പോവാം, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ അതിനുള്ള പൈസയില്ല മോളെ. ക്യാഷ് വരട്ടെ, എന്നിട്ട് പോ. ഡോക്ടറെ ഒന്ന് കാണുന്നതിന് ലക്ഷങ്ങളൊന്നും വേണ്ടല്ലോ. ഇനി കൺസൾട്ടിങ്ങിന്റെ ഫീസ് ആണെങ്കിൽ എന്റെ കയ്യിലുണ്ട്. അതിനുള്ള കാശ് എന്റെ കയ്യിലും കാണും. എന്നാ പിന്നെ ഇനി വൈകിക്കേണ്ട വന്ദനെ, ഇപ്പൊ തന്നെ പോവാം. ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ അറിയാലോ അല്ലേ? ആ, അറിയാം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാ ചികിത്സ കൊണ്ട് ഗുണം ഉണ്ടാവുമോ, എത്ര നാൾ ചികിത്സിക്കേണ്ടി വരും എന്നൊക്കെ അറിയാലോ. പോവാം. ഡോക്ടർ ചികിത്സിച്ച് നിർത്തുമ്പോ എന്റെ ചക്കരക്കുട്ടിയുടെ കാലൊക്കെ ശരിയാവും. കാലൊക്കെ ശരിയാകുമ്പോഴേ ഈ സുചിത്ര ആന്റി മോക്ക് സൈക്കിൾ വാങ്ങിച്ചു തരും. സത്യം, അതിനുള്ള പൈസ സുചിത്ര ആന്റി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മേ, ദേമോളെ ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാന്ന് വിചാരിക്കാം. ആരെ? ആ കാർത്തിക ഡോക്ടറിനെയാണോ മോളെ? അതെ അമ്മേ. ആഹാ. ഇന്ദിരാനഗറിലാ ഡോക്ടർ കാർത്തിക മാധവ് ഉള്ളത്. ആള് വലിയ മിടിക്കുകയാണെന്നാ കേട്ടത്. ഡോക്ടറോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കണം. എന്റെ മോളുടെ കാല് പെട്ടെന്ന് സുഖാവും, നോക്കിക്കോ. അച്ഛമ്മയാ പറയുന്നത്. വന്ദനയോടൊപ്പം ഞാനും പോകുന്നുണ്ട്. എല്ലാവരും കൂടി കൂട്ടുപോവാനേ. കുട്ടിയുടെ കാലിന് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. വന്ദനയോടൊപ്പം ഞാൻ പോയിക്കോളാം. അമ്മ തുടങ്ങി മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ. എല്ലാവരും അങ്ങനെ കാണിക്കുമ്പോ ഞാൻ മാത്രം എന്തിനാ ചിരിച്ചു മുഖം കാണിക്കുന്നത്? എല്ലാവരും അവരവരുടെ സ്വന്തം കാര്യങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും മാത്രം പിൻവലിഞ്ഞുകൊണ്ടിരിക്കുക. ആശുപത്രി പോയി വരുന്നതിന് വേണ്ടേ അതിന്റേതായ ചെലവുകളൊക്കെ? ഇനി ആശുപത്രി പോയതിന് സുചിത്ര പണം മുടക്കിയെന്നും പറഞ്ഞ് ഇനി അതിന്റെ പേരിലും വേണോ ഒച്ചയും ബഹളവും അവകാശ തർക്കങ്ങളും ഒക്കെ? അമ്മേ, എന്തിങ്ങനെ? സുചിത്രയുടെ കൂടി വേണ്ട. ഭർത്താവില്ലാത്ത നീയെ അച്ഛനെയോ അമ്മയോ കൂടെ കൂട്ടിയാ മതി. ബാക്കിയുള്ളവരൊക്കെ അന്യരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.